നമസ്കാരം അണ്ണാ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ബേസിക് ചാപ്റ്ററിലെ 3ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മണ്ണിലെ ഏറ്റവും വലിയൊരു വില്ലനാണ് വേരുപുഴു. അപ്പോൾ ഈ വേരുപുഴുവിനെ എങ്ങനെ ഫലപ്രദമായി കൺട്രോൾ ചെയ്യാമെന്നാണ് ശരവണൻ അണ്ണൻ്റെ ഒരു കൃഷി രീതിയിലെ ഒരു പാഠം. വേരുപുഴുവിനെ നമ്മൾ ആദ്യം തന്നെ വിശേഷിപ്പിക്കുന്നത് മേ ബീറ്റിൽസ് എന്നാണ്. ഇത് മെയ് മാസങ്ങളിൽ നമുക്ക് പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നൊരു സ്മെല്ല് വരുമ്പോഴാണ് ഈ വണ്ടിയിൽ നിന്ന് മുട്ടയായി പിന്നെ ഇത് ലാർവയായിട്ട് മാറുന്നത്. അപ്പം നമുക്കിത് ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് 2-3 വർഷമായി ചില തോട്ടങ്ങളിലൊക്കെ വർഷത്തിൽ ഒരു 3 തവണയൊക്കെ വേരുപുഴു വന്ന ഫീൽഡുകളിലുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കലുകൾ ഒഴിക്കുന്നുണ്ട്. പക്ഷേ കെമിക്കൽ ഒഴിക്കുമ്പോൾ ഈ വേരുപുഴിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ സെക്കൻഡ് ഇൻസ്റ്റാൾ നമ്മൾ ഏത് കെമിക്കൽ അപ്ലൈ ചെയ്താലും പുഴു ചാകും. പക്ഷേ തേർഡ് ഇൻസ്റ്റാൾ വന്നാൽ പുഴു ചാകുകയില്ല. പക്ഷേ നമ്മൾ സാധാരണ വേരുപുഴിനെല്ലാം മരുന്ന് ഒഴിക്കുന്നുണ്ട്, പക്ഷേ പുഴു അവിടെ ചാകുന്നുണ്ടോ നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ എന്നാ വെച്ചാൽ നമ്മുടെ മണ്ണിലുള്ള ബെനഫിഷ്യലായിട്ടുള്ള ഫംഗസ് ബാക്ടീരിയ എല്ലാം അതിൻ്റെ ഒരു സാന്നിധ്യം കുറയാണ്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ച മുരടിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ച കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് നമുക്ക് ചിലവുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് മെയ്യിലാണല്ലോ ഈ വേരുപുഴിൻ്റെ ഒരു ഇത് വരുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ ഇതിൻ്റെ ആക്രമണം വളരെ ഒരു വർഷം നമുക്ക് വേരുപുഴു വന്നാൽ തന്നെ ആ സീസൺ പോയി, നമുക്ക് ഈ പറയുന്ന ഒരു ഉൽപ്പാദനം കിട്ടുകയില്ല. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബീപ്പ് അഡൽട്ട് മാറി പിന്നെ മെയിലോട്ട് വരും. അപ്പം നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കെമിക്കൽ ഒഴിക്കാതെ തന്നെ ഒരു ബയോളജിക്കൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് കൃഷി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് മാർച്ച്, ഏപ്രിൽ, മെയ് തൊട്ട് തന്നെ ഒരു മിത്ര ഫംഗസ് ഉണ്ട്, മെറ്റാറൈസിയം അണിയോസിബിലിയ എന്ന് പറഞ്ഞ ഒരു മിത്ര ഫംഗസ് ഉണ്ട്. അത് ഒരു 200 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ ഒഴിച്ച് ചെടിക്ക് നല്ല മണ്ണിൽ ഈർപ്പം നിലനിർത്തിയിട്ട് ഒരു ചെടിക്ക് 1 മുതൽ 2 ലിറ്റർ ഈ 3 മാസങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ വണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വണ്ടിനെ കൺട്രോൾ ചെയ്താൽ തന്നെ ഇതിൻ്റെ പോപ്പുലേഷനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയും വളരെ കൂടുതൽ കാഫലവും നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ മിലിമൂട്ടയും മണ്ണിൽ വളരുന്നതല്ലേ. അപ്പോൾ ഈ ഒരു മെറ്റാറൈസിയം അനീസ്പിലിയ എന്ന് പറഞ്ഞ ആ ഒരു മിത്ര ഫംഗസിലൂടെ ഇതെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കൺട്രോളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കർഷക സുഹൃത്തുക്കളും നന്ദി, നമസ്കാരം.